ഹായ് ഹോൾ, വെൽക്കം ടു മൈ ലൈഫ്. 2 days ഓഫ് ലൈഫാണ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് യു ഗെയ്സ് ലവ് ഇറ്റ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കണം. ഈ മഴ കഴിഞ്ഞിട്ടുള്ള വെയിലിൽ ഭയങ്കര ചൂടാണ്. കുറേയൊന്നും സാധനം വാങ്ങിച്ചിട്ടില്ല. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം. കടല, പരിപ്പ്, പിന്നെ ഒരു പാക്കറ്റ് പാല്, പിന്നെ പൽപ്പൊടിയും അത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മട്ടി പിടിച്ചിരുന്നിരുന്നു. അമ്മ കുറേ ചീത്ത പറഞ്ഞാലും ഒന്നും ചെയ്യാതെ. പക്ഷേ ഇപ്പോൾ ഹൗസ് വൈഫ് എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ള കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര മടിയുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. സോ ലഞ്ച് പ്രിപ്പറേഷനാണ്. നമ്മൾ സാമ്പാറും ചോറും ഒരു ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 ഓർഡർ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് വിലക്കുറവായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഞാൻ വിചാരിച്ചു വിലക്കുറവായതുകൊണ്ട് ലോ ക്വാളിറ്റി ആയിരിക്കുന്നു. പക്ഷേ അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മുതലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കളറാണ്, ഗ്രീനും പിങ്കും. പിങ്കുമാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് വിരിച്ചു കഴിഞ്ഞാൽ. വലിയ പ്ലാനൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. പക്ഷേ ഈവനിങ് ഞങ്ങൾക്ക് ഭയങ്കര ബോറടിച്ചപ്പോൾ നമ്മൾ പുറത്ത് പോയി. അർബൻ ബറാത്തയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഫുഡ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 7up വാങ്ങി കുടിച്ച് നമ്മൾ കുറേ ദൂരം നടന്നു. രാത്രി ഇങ്ങനെ നടക്കുന്ന ഒരു ശീലം പതിവാണിപ്പോൾ. ഫ്രൈഡേ മോർണിംഗ് നമുക്ക് ദോശയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാർ ഇന്നലെ വെച്ച് തന്നെയാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയാവുന്ന കാര്യമാണ്, വീട് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ രാത്രി കിടന്ന് ഉറക്കം വരില്ലെന്ന്. എനിക്കതറിയില്ല, പക്ഷെ അമ്മ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം, എനിക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ എപ്പോൾ നോക്കിയാലും വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ അല്ലാന്ന് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ചെയ്താൽ തന്നെ വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ എന്ന്. അതിൽ ഏറ്റവും വലിയ പോരാളി എൻ്റെ അമ്മയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. നല്ല കാമായിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ആ സിറ്റിയുടെ ആ റഷൊന്നും ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇവിടെ പുതിയ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിലും. സമയം പോകാനായിട്ട് ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എള്ളുണ്ട എൻ്റെ ഫേവറേറ്റാണ്.
എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ശീലമാണ് ഈ വെള്ളം വെച്ച് കൊടുക്കുക പക്ഷികൾക്കൊക്കെ. ഇവനിങ്ങനെ ഇപ്പം നല്ല പൊറോട്ട ഉണ്ടായിരുന്നു. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് അന്ന് അമ്പലത്തിലൊക്കെ പോയി. അവിടെ ചെന്ന സമയത്ത് ഇവിടെ അരങ്ങേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ഫുഡ് പുറത്തുനിന്നായിരുന്നു രാത്രി കഴിച്ചത്. എനിക്കിപ്പോൾ 78 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഫ്യൂച്ചറിൽ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിലേക്ക് വന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സീ യു ആൾ വിത്ത് നെക്സ്റ്റ് വീഡിയോ.